കാണാതായ യുവതിയെ മന്ത്രവാദിയും സഹായികളും ചേർന്ന് കൊലപ്പെടുത്തി എന്ന 8 മാസത്തിന് ശേഷം പോലീസിന്റെ കണ്ടെത്തൽ. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പരസ്യം ചെയ്ത് പ്രതികൾ നിരവധി പേരിൽ നിന്ന് പണം തട്ടി എന്നാണ് കണ്ടെത്തൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ഒരു വീഡിയോ കാണാൻ വന്നവരിൽ ഭൂരിഭാഗം ആളുകളും കല്യാണം കഴിഞ്ഞ ആളുകളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മൾ ഈ ഭാര്യ, ഭർത്താവ്, മക്കള് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ അച്ഛനമ്മ ഒക്കെ ആയിട്ട് ജീവിക്കുന്ന, അതായത് ഒരു നല്ലൊരു കുടുംബമായി ജീവിക്കുന്ന ഒരു വീട്ടിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തട്ടുമുട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഒരു 70%, 100-ൽ ഒരു 70% വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണും. ചില വീടുകളിൽ ചില ചേട്ടന്മാര് കള്ളൊക്കെ കുടിച്ചു വന്ന് ചിലപ്പോൾ ഭാര്യമാരെ തല്ലുന്ന ഇങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ കാണും. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന ചില ചേച്ചിമാരുടെയൊക്കെ വീടുകളിൽ തന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. അല്ലേ ചേച്ചിമാരെ? എനിക്കറിയാം, ഇത് കാണും. കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു വരുന്ന ഒരു പരിപാടിയാണിത്. ഇപ്പോഴും ഇത് നടന്നു പോകുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള വീടുകളിലെ ചേച്ചിമാര് കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഇത് പുറത്ത് ഒരുപാട് ആളുകളോടൊന്നും തൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നടക്കാറില്ല, കുറവായിരിക്കും. പക്ഷേ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ ഏതെങ്കിലും ഒരാളോടോ ഒക്കെ ഇത് ഡിസ്കസ് ചെയ്യും. ഇത് പറയും, എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് ആരാണോ കേൾക്കുന്നത് അവരുടെ കുടുംബത്തിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണും. അങ്ങനെ ഇത് ഒരു സർക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതായത് എല്ലാവരുടെയും വീടുകളിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഏതെങ്കിലും ഒരാൾ, ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു പ്രശ്നം ഞാൻ ഒരാളോട് പറഞ്ഞു, അയാള് സെയിം അവസ്ഥയിലൂടെ പോയ ഒരാളായിരിക്കും. അയാളുടെ ആ ഒരു അവസ്ഥ സമയത്ത് അയാൾ വേറെ ഏതെങ്കിലും ഒരു സുഹൃത്തിനോട് പറഞ്ഞ് ആ ഒരു സുഹൃത്ത് ചിലപ്പോൾ ഏതെങ്കിലും ന്യൂസ് ചാനൽ വഴിയോ ഏതെങ്കിലും TV ചാനൽസ് വഴിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഏതെങ്കിലും ഒരു തിരുമേനിയെ പറ്റിയോ അല്ലെങ്കിൽ ഈ നോക്കിക്കുന്ന, മനസ്സിലായില്ലേ, ഈ നോക്കിക്കുന്ന ആളെ പറ്റിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാമിയെ പറ്റിയോ ഒക്കെ അറിഞ്ഞിട്ട് അവര് ചിലപ്പോൾ ആ ഒരു സ്വാമി എടുക്കെ പോയി അവർക്ക് ചിലപ്പം അവിടെ പോയത് കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായി കാണും. അത് വേറൊരു സുഹൃത്തിനോട് പറയുന്നു, ആ സുഹൃത്ത് എന്നോട് പറയുന്നു, ഞാൻ എന്നിട്ട് ആ ഒരു സ്വാമിയെ കാണാൻ പോകുന്നു. ഇങ്ങനെ ഇത് കിടന്ന് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇത് ഒരാൾക്ക് നല്ലത് വന്നു എന്ന് വിചാരിച്ച് എല്ലാവർക്കും ഇത് ഒരേപോലെ ഗുണം ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഞാനിതെല്ലാം പറയാൻ കാരണം, നിങ്ങൾ ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇവിടെങ്ങും അല്ലല്ലോ നടന്നത്, അങ്ങ് തമിഴ്നാട്ടിലല്ലേ, തിരുനെൽവേലിയിലല്ലേ, അതുകൊണ്ട് നമ്മളിത് മൈൻഡ് ചെയ്യണ്ട എന്ന് പറയുന്ന ഒരുപാട് അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരുപാട് പേര് കാണും. അവരോടാണ്, ഇത് തിരുനെൽവേലിയിൽ നടന്നൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ ഇത് നാളെ നമ്മുടെ ഇടയ്ക്കും സംഭവിച്ചേക്കാം. സംഭവം വേറൊന്നുമല്ല, തിരുനെൽവേലിയിൽ ഒരു സ്വാമിയുടെ അനുയായികളും കൂടെ ഒരു പാവം സ്ത്രീയെ ഇല്ലാതെയാക്കി. ആ സ്ത്രീയുടെ കുടുംബത്ത് ഇതുപോലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ആ ഒരു സ്വാമിയെ എടുക്ക ചെന്നതാ. സ്വാമി നല്ല ഒന്നാന്തരമായിട്ട് ചേച്ചിയെ അങ്ങ് പിഴിഞ്ഞു. ലാസ്റ്റ് ചേച്ചിയുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല. ചേച്ചി പൈസയും ചോദിച്ച് സ്ഥിരം സ്വാമിയെ വിളിയായി. സ്വാമിക്ക് പൊട്ടിത്തുടങ്ങി. ലാസ്റ്റ് ഈ സ്വാമി ആ ഒരു സ്ത്രീയെ അങ്ങ് തീർത്തു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്കൊരു വാർത്ത കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒക്കെ തരിക. ഇനി നിങ്ങൾ ഈ വാർത്ത ഒന്ന് കേട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഉന്മേഷ്, 8 മാസം മുമ്പ് ഒരു യുവതിയെ കാണാതാകുന്നു. അതായത് തിരുനെൽവേലി സ്വദേശി കായൽവിഴിയാണ് കാണാതാകുന്നത്. അതിന് പിന്നാലെ അച്ഛൻ നൽകിയ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണമാണ് ഈ ഒരു വലിയ കൊലപാതകത്തിലേക്കും ഒപ്പം തന്നെ വലിയൊരു തട്ടിപ്പ് സംഘത്തിനെ പിടിക്കുന്നതിലേക്കുമൊക്കെ പോലീസിനെ നയിച്ചത്. അതായത് ഈ കായൽവിഴിയും ഭർത്താവും തമ്മിൽ കുറച്ചു നാളായി അകന്നു കഴിയുകയായിരുന്നു. അങ്ങനെ ഒരു കേബിൾ TVയിൽ വന്ന ഒരു പരസ്യം കണ്ടിട്ടാണ് ഇവർ ഒരു മന്ത്രവാദിയെ സമീപിക്കുന്നത്. ഇയാൾ ശിവസ്വാമി എന്നാണ് ഇയാൾ പരിചയപ്പെടുത്തിയത്. യഥാർത്ഥ പേര് ശരിക്കും വ്യക്തമല്ല. അങ്ങനെ ശിവസ്വാമിയെ കാണുന്നു, കണ്ട് ഇതിന് പരിഹാര ക്രിയകളൊക്കെ നടത്തണമെന്ന് പറയുന്നു. അങ്ങനെ ഇയാൾ ആദ്യഘട്ടത്തിൽ യുവതിയെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കുറെ പൂജകളൊക്കെ നടത്തുന്നു. അങ്ങനെ വലിയ തുക ഇവരിൽ നിന്ന് കൈപ്പറ്റുകയും ചെയ്തു. അച്ഛനൊപ്പം തന്നെയാണ് ഈ മന്ത്രവാദിയെ കാണാൻ പോകുന്നത്. ശേഷം ഇയാളും സഹായികളും ഒക്കെ നിരവധി തവണ യുവതിയെ കാണാൻ വീട്ടിലേക്കൊക്കെയും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിന് ശേഷം ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുന്നില്ല എന്ന് കണ്ട് യുവതി തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഭീമമായ തുക തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനുശേഷമാണ് ഈ മന്ത്രവാദിയും ഒപ്പം തന്നെ ഇയാളുടെ സഹായികളും ചേർന്ന് യുവതിയുടെ വീട്ടിലേക്ക് വരികയും പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുന്നില്ല എന്ന്, ആ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല. ഭർത്താവുമായിട്ട് പിണങ്ങി ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കേബിൾ ചാനൽ വഴി ഈ ഒരു സ്വാമിയെ പറ്റി അറിയുന്നത്. പെൺകുട്ടി അച്ഛനുമായിട്ട് തന്നെ, കേട്ടല്ലോ, ആ പെൺകുട്ടിയുടെ അച്ഛനുമായിട്ട് തന്നെയാണ് ആ സ്വാമി എടുക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളൊന്നും പറഞ്ഞിട്ടല്ല, ആരോടും ആ പെൺകുട്ടി പറഞ്ഞില്ല. അവൾ തന്നെ ഇങ്ങനെ ഒരു വാർത്ത കാണുന്നു, അവൾ പോകുന്നു. പോയി
ഏതൊരു സ്വാമി ജയിക്കുന്ന പോലെ തന്നെ ആ പുള്ളി നല്ല രീതിയിൽ കാശ് അങ്ങോട്ട് വഹിച്ചു. അത്യാവശ്യം എല്ലായിടത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഹോമങ്ങളോ എന്തെങ്കിലുമൊക്കെ വഴിപാടോ ഒക്കെ നടത്തണമെന്ന് പറയും ഇല്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ആ ഒരു സ്വാമി നല്ല രീതിയിൽ കാശ് മേടിച്ച് എന്തൊക്കെയോ ഹോമങ്ങളും പരിപാടിയൊക്കെ നടത്തുന്നു. പക്ഷെ ആ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഒരു കാര്യവും മാറുന്നില്ല. അതായത് ആ പെൺകുട്ടിയുടെ ലൈഫിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറുന്നില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ചിലപ്പോൾ ഈ സ്വാമി ചിലപ്പം ചെയ്തിട്ട് ആർക്കെങ്കിലും ഒക്കെ മാറിയ ആളുകളും കാണുമെന്ന് ചിലപ്പോ എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷെ കാണുമായിരിക്കാം. പക്ഷെ അത് എല്ലാവർക്കും ഒരേപോലെ വർക്ക് ആവണമെന്നില്ല. മനസ്സിലായില്ലേ? എല്ലാവരുടെയും ലൈഫിലെ പ്രശ്നങ്ങൾ ആ സമയം വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറണമെന്നോ അല്ലെങ്കിൽ സെയിം ഹോമം തന്നെ ചെയ്തു കഴിഞ്ഞാൽ മാറണമെന്നൊന്നും ഇല്ല. പിന്നെ ഇത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഓരോ ആളുകൾക്ക് വിശ്വാസങ്ങളാണ് ഇതെല്ലാം. ഞാനും അത്യാവശ്യം വിശ്വാസമുള്ള ഒരാളൊക്കെയാണ്. പക്ഷെ ഒരുപാട് പൈസ വലിച്ചുകൊണ്ട് പണി നടത്തുന്നവന്മാരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള അത്യാവശ്യം ബുദ്ധിയുണ്ട്. പിന്നെ ഒരു ലിമിറ്റ് വെച്ചേ പോവുള്ളൂ. ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ ഏത് മന്ത്രമാണെങ്കിലും നമ്മളിപ്പോൾ ഒരു മന്ത്രം ഉച്ചരിച്ചാലും ശരി, അല്ലെങ്കിൽ നമ്മളൊരു ഹോമം നടത്തിയാലും ശരി, ഒരു പൂജ കഴിച്ചാലും ശരി, അത് വേറൊരാൾക്ക് ഉപദ്രവമായിട്ട് ആവരുത്. അങ്ങനെ ചെയ്യുന്ന പരിപാടികളുണ്ട് ഇവിടെ കുറച്ച്. അതിനോടൊന്നും ഒരിക്കലും ഞാൻ യോജിക്കത്തില്ല കേട്ടോ. അങ്ങനെ ചെയ്യിക്കുന്നവന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ കാണും. അവന്മാരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾ ആരെങ്കിലും ഒക്കെ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ദിവസം ഇത് കറങ്ങി തിരിഞ്ഞ് നമുക്ക് തന്നെ വരും. ഓക്കെ, ഒരു ദിവസം ചിലപ്പോൾ കുറെ കാലം ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കും, പക്ഷെ ഒരു ദിവസം പണി കിട്ടും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുക. ചെയ്യാൻ പറ്റുന്ന ചെറിയ നമ്മുടെ സ്വന്തം പേരിലുള്ള വഴിപാടും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. ഇല്ലെങ്കിൽ ഈ സ്ത്രീ ഇപ്പൊ ഈ സ്വാമി എങ്ങനെയുള്ള ഒരു സ്വാമിയാണെന്ന് നമുക്ക് അറിയത്തില്ല, പക്ഷെ അവന്റെ അടുക്ക ചെന്നു, അവൻ നല്ല രീതിയിൽ വലിപ്പിച്ചു ഇല്ലേ? എന്തിനാണ് ഒരു പരിധിയിൽ കൂടുതൽ? പിന്നെ ഒരുപാട് കാശും ഒക്കെ കൊടുത്തു. നിങ്ങൾ ബാക്കിയൊന്ന് കേൾക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചുകൂടെ കാര്യങ്ങൾ. ഞാൻ പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കണ്ടുവരുന്ന നമ്മുടെ സമൂഹത്തിൽ തന്നെ, നമ്മുടെ നാട്ടിൽ, ഇതങ്ങ് തിരുനെൽവേലിയില്ല, നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള ഒരുപാട് ഫ്രോഡുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എല്ലാം കൂടെ അങ്ങ് കൂട്ടിക്കുഴച്ച് ഞാൻ പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടാൻ. ബാക്കിയും കൂടെ കേൾക്കും എന്തായാലും. കാരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് ശേഷം കാറിൽ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നാലെ യുവതിയെക്കുറിച്ച് വിവരമില്ലാത്തതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണം, അങ്ങനെ കോൾ റെക്കോർഡിങ്ങും മറ്റു ചില രേഖകളും ഒക്കെ പരിശോധിച്ചതിൽ നിന്നാണ് ഇത്തരത്തിലൊരു മന്ത്രവാദിയുമായി യുവതി അടുത്തിടെയായി കൂടുതൽ സമയം കണ്ടിരുന്നു. അവർ തമ്മിൽ ചില ഇടപാടുകളൊക്കെ നടത്തിയിരുന്നു, പണമിടപാടുകൾ അടക്കം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയത്. അങ്ങനെ അതിൽ ചുറ്റിപ്പറ്റി നടത്തിയ അന്വേഷണത്തിന് പുറകെയാണ് ഈ യുവതിയുടെ ചില ശരീരഭാഗങ്ങളൊക്കെ മണിമുത്തൻകുളം കനാലിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയത്. അങ്ങനെ അതിനുശേഷം യുവതിയുടെ മാല കളഞ്ഞുപോയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഈ സംഘത്തിലേക്ക് എത്തിയത്. എന്തായാലും ഈ മന്ത്രവാദിക്കൊപ്പം തന്നെ 3 സഹായികളുമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇവരിൽ നിന്നും ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പോലീസിന് ലഭിക്കുന്നുണ്ട്. പല സ്ത്രീകളെയും ഇത്തരത്തിൽ ഇവർ ഈ ഒരു ചതിക്കുഴിയിൽ പെടുത്തുകയും ഇവരിൽ നിന്ന് ഭീമമായ പണം വാങ്ങുകയും ചെയ്തിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പരാതിപ്പെട്ടാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വലിയൊരു സംഘത്തിന്, ഒരു കൊലപാതകത്തിനൊപ്പം ഇപ്പോഴും തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരു സംഘത്തിനെ കൂടിയാണ് പോലീസിന് ഇതുവഴി കണ്ടെത്താനും പിടികൂടാനും കഴിഞ്ഞിരിക്കുന്നത്. ഉന്മേഷ്, ശരി. മന്ത്രവാദി അപ്പൊ ചെറിയൊരു ടീമൊന്നും അല്ല. ഇത് പുള്ളിയുടെ ആദ്യത്തെ ഇരയുമല്ല. ഇതിനു മുമ്പ് പല ആൾക്കാരെ പുള്ളി ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ട്, പല സ്ത്രീകളുടെ നിന്നും കാശ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവൻ കാരണം ആരും രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആരുടെയും കുടുംബം നന്നായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തുടക്കത്തിൽ ഞാനും നിങ്ങളുടെ കൂടിരുന്നാണ് ഈ വാർത്ത കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത്. ഞാൻ നേരത്തെ കണ്ടിരുന്ന് അങ്ങനൊന്നും അല്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ചിലപ്പോൾ ഇവൻ ആരെങ്കിലുമൊക്കെ ഇവൻ കാരണം രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ആരുമില്ല. എല്ലാവർക്കും നല്ല 8ന്റെ പണി കിട്ടിയിട്ടേ ഉള്ളൂ. പിന്നെ മന്ത്രവാദിയാണ്. എൻ്റെ ഒരു സംശയം, നമ്മുടെ നാട്ടിലും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും പൂജയ്ക്കോ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾ ആരെ പോയി കണ്ടാലും നല്ല കാര്യം, നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടായ ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഇതിനകത്ത് കാണും. വളരെ നല്ല കാര്യം, നിങ്ങളുടെ കുടുംബത്തിലൊക്കെ അങ്ങനെ മാറ്റം വരുന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ. പക്ഷേ ഇതുപോലുള്ള ഒരു നമുക്കറിയാത്ത, നമുക്ക് പേഴ്സണലി നേരിട്ട് അറിയാത്ത, അങ്ങനെ ഒരുപാട് വർഷങ്ങളോ അല്ലെങ്കിൽ നാളുകളോ ദിവസങ്ങളോ ആയിട്ട് പരിചയമില്ലാത്ത ഒരാളുടെ അടുക്ക, അത് ആരും ആയിക്കോട്ടെ, അയാളുടെ അടുക്ക നമ്മൾ ചെല്ലുമ്പോൾ ഒരിക്കലും ചാടിക്കേറി പൈസ ഒരു പരിധി കൂടുതൽ കൊടുക്കാതിരിക്കുക. സ്ഥിരം അയാളുമായിട്ട് കോണ്ടാക്ട് വെക്കാതിരിക്കുക. ഇപ്പോൾ ഈ സ്ത്രീയുടെ നിന്ന് നല്ല രീതിയിൽ അവൻ കാശ് മേടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ആ പെൺകുട്ടിക്ക് മനസ്സിലായി ഒന്നും ചേഞ്ചും ഇല്ല. അങ്ങനെ വന്നപ്പോഴാണ് ചോദ്യം ചെയ്തയാളായി, വഴക്കായി, അങ്ങനെയുള്ള പല പരിപാടികൾ നടന്നു കാണും. അപ്പോൾ രണ്ട് മൂന്ന് സഹായികളും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ നേരെ ആ പെൺകൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി ജിൽ പരിപാടി അങ്ങ് തീർത്തു. പക്ഷെ ഇത് പുറത്തു വന്നു നല്ല രീതിയിൽ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, 8 മാസത്തിന് ശേഷം ആ പെൺകുട്ടിയുടെ ഒരു തിരോധാനം, അതിനുശേഷം അവരുടെ ബോഡി കിട്ടുന്നു. ഇതിനൊക്കെ ശേഷം 8 മാസത്തിന് ശേഷമാണ് പോലീസുകാർ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് തെളിയിച്ചത്. അറ്റ്ലാസ്റ്റ് അവര് കണ്ടുപിടിച്ചല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. അതും തമിഴ്നാട് പോലീസ് കണ്ടുപിടിച്ചല്ലോ ഇങ്ങനെയുള്ള ഒരു സംഘം ഉണ്ടെന്നും
അവന്മാർ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള ഈ ഒരു പെൺകുട്ടി മാത്രമല്ല പെട്ടിരിക്കുന്നത്, ഒരുപാട് പേര്. പക്ഷെ ഇതിനു മുമ്പ് അവന്മാർ ആരെങ്കിലും തീർത്തിട്ടുണ്ടെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരുപാട് പേരെ അവർ പറ്റിച്ചിട്ടുണ്ട് അവന്മാര് ഈ പൈസ മേടിച്ച്. പിന്നെ ഭീഷണിയൊക്കെ പെടുത്തുമ്പോഴത്തേക്ക് ഒരു പരിധിയിൽ കൂടുതൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ചിലപ്പോൾ പുറകെ അവന്മാരുടെ പോവില്ല, വിട്ടുകളയും. കാരണം ഭർത്താവുമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ട് അവരുടെ നിസ്സഹായ അവസ്ഥ ഇല്ലേ, അങ്ങനെ നിസ്സഹായ അവസ്ഥ നിൽക്കുമ്പോഴായിരിക്കും പോയി ഉള്ള കാശ് ഇവന്മാർക്ക് കൊടുക്കുന്നത്. പിന്നെ അതിന്റെ പുറകെ നടക്കാനും, ഇല്ലെങ്കിൽ ഒന്നാമത് പ്രശ്നം അതിൻ്റെ ഇടയ്ക്ക് ഇനി ഭർത്താവിൻ്റെ ഇടയ്ക്ക് ഇത് പറഞ്ഞ് കൂടുതൽ പ്രശ്നം ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ വിട്ട് കളയുന്നതായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ നാട്ടിലും കാണും ഇതുപോലുള്ള. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയണേ. ഇങ്ങനെയുള്ള ചെറ്റകളൊന്നും ഇവിടെ വേണ്ട. ആവശ്യത്തിനുള്ള ഓക്കെ നമുക്കൊക്കെ എന്തെങ്കിലും നല്ലത് ചെയ്തു തരുന്നുണ്ടെങ്കിൽ, ചിലപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് ഈ നോക്കിക്കുന്ന ആളുകളുണ്ട്, ചില ആളുകളൊക്കെ നല്ല ആളുകളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ നോക്കി കറക്റ്റായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അവർ പറയും, ചെറിയ ചെറിയ കാര്യങ്ങൾ. അവരായിട്ടൊന്നും കാശ് അങ്ങനെ പിഴിഞ്ഞെടുക്കത്തൊന്നുമില്ല. അവർ പറഞ്ഞു തരും നമ്മൾ പോയി ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. ഈ പുഷ്പാഞ്ജലി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അർച്ചന, ഇങ്ങനെയുള്ള ചെറുതൊക്കെ ഓക്കേടേ. അതല്ലാതെ ഒരു മനുഷ്യനെ പിഴിഞ്ഞങ്ങോട്ട് എടുത്തിട്ട് ഈ ഹോമവും വലിയ പരിപാടിയും എന്തിനാണത്? എനിക്കറിയില്ല. ചിലപ്പോൾ അതൊക്കെ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് മാറ്റങ്ങൾ വന്ന ആളുകളുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷെ ഒരിക്കലും അന്ധമായിട്ട് ഒരു വിശ്വാസത്തെയും എടുത്ത് തലയിൽ വെക്കരുത്. വിശ്വാസം നല്ലതാണ്, എനിക്കുമുണ്ട്, ആവശ്യത്തിലധികം വിശ്വാസങ്ങളും എല്ലാം എനിക്കുമുണ്ട്. പക്ഷെ ഒന്നും ഈ കാശ് ഒരുപാട് വേറൊരുത്തനെ കൊടുത്ത് ഒന്നാമത് പണി കിട്ടി നമുക്ക് നിൽക്കുമ്പം നമ്മൾ പിന്നെയും കാശ് ഒരു ബന്ധവും ഇല്ലാത്തവൻ്റെ കൊണ്ട് തട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലായല്ലേ? ചെയ്യുന്നവർ കാണും, പക്ഷെ അവർ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം നല്ല രീതിയിൽ തിങ്ക് ചെയ്ത് ഒന്നെങ്കിൽ ആ വ്യക്തിയെ പറ്റി ഏതൊരു ഇപ്പം മന്ത്രവാദിയാണെങ്കിലോ അല്ലെങ്കിൽ നോക്കിക്കുന്ന ആറടുക്കലാണെങ്കിലും പോകുന്നതിന് മുമ്പ് നന്നായിട്ട് അദ്ദേഹത്തെ പറ്റി തിരക്കുക, അന്വേഷിക്കുക. അല്ലാതൊന്നും പോയി പൈസ ഒന്നും ഒരു പരിധിയിൽ കൂടുതൽ കൊടുക്കരുത്. വിശ്വാസികളുടെ വിശ്വാസത്തെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ വെങ്കിടാചലം, നമ്മുടെ ആന്ധ്രയിൽ ഒരു അമ്പലത്തിലൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറയുന്നതാ, ഈ പൈസയൊക്കെ കൊണ്ടുപോയി അമ്പലത്തിൽ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് തെലുങ്കന്മാരാണ്, കൊണ്ടുവന്ന് കാശൊക്കെ ഒരുപാട് തട്ടും. കാരണം അങ്ങോട്ട് തെട്ടുന്നതിന്റെ ഇരട്ടിയാണ് തിരിച്ചു കിട്ടുന്നത്. ഇങ്ങനെ ഏതൊരു അമ്പലത്തിന്റെ കേസൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടു. ഒരുപാട് പേര് അത് വിശ്വസിക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവുന്നുണ്ട്. സോ ഇതിനകത്തൊക്കെ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ കാണൂടെ. ഞാൻ മൊത്തത്തിൽ മറ്റേ ഇല്ലാന്നോ അങ്ങനെയൊന്നും ഞാൻ പറയില്ല, ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ബിഫോർ ഒരു എമൗണ്ട് ഒക്കെ നിങ്ങൾ കൊണ്ടുപോയി ഒരാളെ വിശ്വസിച്ച് കൊടുക്കുക. അതിനൊക്കെ മുമ്പ് നന്നായിട്ട് അന്വേഷിക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതങ്ങ് തിരുനെൽവേലിയിലാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. നിങ്ങൾ എല്ലാവരും ആലോചിക്കുക, നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഉണ്ട്. ഞാനതാ തുടക്കത്തിൽ പറഞ്ഞു, ഒരു 70% കല്യാണം കഴിച്ച എല്ലാ കുടുംബത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണും. നിങ്ങളും പ്രശ്നങ്ങൾക്കായിട്ട് പല ആളുകളുടെ അടുക്കൽ പോകുന്നുണ്ടായിരിക്കും. പോകുന്ന ആളുകളെ അവരെ വിശ്വസിച്ച് നിങ്ങൾ പല പൈസ കൊടുക്കും, പല കാര്യങ്ങളും പറയും. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് അന്വേഷിക്കുക അവരെ പറ്റി. അത്രയേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.